الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹവും ബഹുമാനം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും വളരെ സൂക്ഷ്മതയോടുകൂടി പാലിച്ചുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, ആത്മാർത്ഥമായി പടച്ചറബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വ്യത്യസ്തങ്ങളായ മതങ്ങളിലുള്ള യുവാക്കളുടെ മതത്തോടുള്ള പ്രതിബദ്ധതയും ആ മതത്തോടുള്ള കൂറുമൊക്കെ പരിശോധിച്ചാൽ ഏറ്റവും അധികം തങ്ങളുടെ മതത്തോട് പ്രതിബദ്ധത പാലിക്കുകയും അതിനോട് ആ മതം ആചരിക്കാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിരുന്നത് മുസ്ലിം സമൂഹത്തിലെ ചെറുപ്പക്കാരായിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു പഴയ കണക്കാണ്. എന്നാൽ പുതിയ കണക്കിന് മാറ്റം വരികയാണ്. ഏകദേശം 97% ആളുകൾ തങ്ങളുടെ മതത്തോട് പ്രതിബദ്ധത കാണിച്ചാണ്, അല്ലെ ഇസ്ലാമിനോട് പ്രതിബദ്ധത കാണിച്ചാണ് ഇസ്ലാമിലെ യുവാക്കൾ ജീവിച്ചിരുന്നത് എങ്കിൽ പുതിയ തലമുറയിൽ അതിന് കുറവ് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മയൊക്കെ വളരെയധികം ചിന്തിപ്പിക്കുകയും ആ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും നമ്മെ ആശങ്കപ്പെടുത്തുകയും ചെയ്യേണ്ട കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്. ഈ കണക്കുകൾ കേവലം പല കണക്കുകളും പറയുന്നത് പോലെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ, ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളൊക്കെ അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാതെ തന്നെ ആ രൂപത്തിൽ അവരിലേക്ക് പതുക്കെ പതുക്കെ അവരുടെ മനസ്സിലേക്ക് കടത്തിവിടുകയും അതുമായി ബന്ധപ്പെട്ട് മതത്തോടുള്ള പ്രതിബദ്ധതയും
മതമനുസരിച്ച് ജീവിക്കുവാനുള്ള കണിശതയും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് വേദനാജനകമായ കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത് എന്നാണ്. സത്യത്തിൽ ധാർമ്മികത എന്നതും ദീൻ എന്നതുമൊക്കെ മതം എന്നതൊക്കെ ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. വീടില്ലാതെ താമസിച്ചാലും സാമ്പത്തികമായി അല്പസ്വല്പമൊക്കെ നമ്മൾ പിന്നോട്ട് പോയിരുന്നാലും ഒക്കെ മനുഷ്യൻ നിലകൊള്ളുന്ന ധാർമ്മികത അല്ലെങ്കിൽ മതബോധം അത് നശിപ്പിക്കപ്പെടുന്നതിലൂടെ, അത് ഇല്ലാതെയാകുന്നതിലൂടെയൊക്കെ എല്ലാ വിധത്തിലുള്ള അരാജകത്വവും അധാർമികതയും സമൂഹത്തിൽ വ്യാപിക്കുകയും ജീവിതം തന്നെ അസാധ്യമായി തീരുകയും മാനസികവും അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള സന്തോഷങ്ങളൊക്കെ ഇല്ലാതായി തീരുന്നൊരവസ്ഥയിലേക്ക് മാറും എന്നതിൽ യാതൊരു സംശയവുമില്ല. മതബോധം ധാർമ്മികതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില ഭൗതികമായ താല്പര്യങ്ങൾ, ചില ഭൗതികമായ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ഭൗതികമായ അടിമത്തമൊക്കെ ഒന്നും ധാർമ്മികതയെ നശിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൂടാ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന യാഥാർത്ഥ്യം അതാണ്. അത് നമ്മുടെ ബിസിനസ്സിൽ തകരാറ് വന്നാലും ശരി, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മുടെ രാഷ്ട്രീയമായ ഭാവിക്ക് അപകടമായിരുന്നാലും ശരി, അത് നമ്മുടെ സാമ്പത്തികമായ ഭദ്രതയെ ഇല്ലാതാക്കുന്നതാണെങ്കിലും ശരി, യഥാർത്ഥ ദീനിന്റെ കാര്യത്തിൽ ഒരു നിലയ്ക്കുള്ള വിട്ടുവീഴ്ചക്കും വിശ്വാസികളായ നമ്മൾ അല്ലെങ്കിൽ നിന്നുകൊടുത്തുകൂടാ എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള കാര്യമാണ്. കാരണം വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഇപ്പൊ സത്യത്തിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഞാനൊരു മുസ്ലിമാണ് എന്ന അഭിമാനത്തോടു കൂടി പറയുക കൂടി ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ ഞാൻ നിങ്ങളുമൊക്കെ. എന്താണ് ഈ ധാർമ്മികത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മതബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ദീനി നിഷ്ഠ ഒരാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? നാളെ സമാന പ്രായക്കാരായ തന്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ്മേറ്റിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരനെയോ ചെറുപ്പക്കാരികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, അല്ലെങ്കിൽ ഇയാളുടെ കൂടെയാണ് ഞാനിന്ന് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് ബാപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് നോക്കി പറയാൻ മടി കൂടാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് അരുതെന്ന് പറയുവാനുള്ള നമ്മുടെയൊക്കെ ശക്തിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദീൻ അല്ലെങ്കിൽ നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത്. നമുക്കറിയാം, മോളെ നമുക്ക് ദീനിയായിട്ട് അത് പറ്റൂലല്ലോ, മോനെ മതപരമായിട്ട് നമുക്ക് അത് അനുവാദമില്ലല്ലോ എന്ന്, അല്ലെങ്കിൽ ഇതൊരു അന്യ പുരുഷനാണല്ലോ അന്യ സ്ത്രീയാണല്ലോ എന്ന് പറയുന്ന ഒരു മതബോധമുണ്ടല്ലോ, ഒരു ധാർമ്മികതയുണ്ടല്ലോ. ആ ധാർമ്മിക ബോധം പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ നമ്മുടെ മതത്തിന്റെ ചില അടിത്തറകൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെയൊക്കെ ജീവിതത്തിൽ മതബോധമുള്ളത് കൊണ്ടാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധാർമ്മികതയുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇതിലൊക്കെ എന്തിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഇത്ര കാർക്കശ്യം പുലർത്താറുണ്ടോ, ഇത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, എന്റെ അവകാശമല്ലേ, എന്റെ ഇഷ്ടമല്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ന് യുവസമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ് പിതാവിന്റെ മുഖത്തേക്ക് നോക്കി. നിങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ, നിങ്ങൾക്ക് മാനവികതയുണ്ടോ എന്ന് വാപ്പയാകുന്ന നമ്മുടെയൊക്കെ മുഖത്തേക്ക് നോക്കി നമ്മുടെ മക്കൾ ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അധിക കാലം വൈകാതെ ധാർമ്മികത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മതബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനിരിക്കുന്നു എന്നുള്ള വസ്തുത ഞാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അത്തരം ധാർമ്മികതയെ നശിപ്പിക്കുന്ന പ്രമേയങ്ങളും പ്രഖ്യാപനങ്ങളും ആഹ്വാനങ്ങളും അതുപോലെ തന്നെ ലഘുലേഖകളും വാചകങ്ങളും പരസ്യമായി പറയാനോ എഴുതി വെക്കാനോ സാധ്യമാകുന്നു നമ്മുടെ കൺമുമ്പിൽ എന്നത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ പുതിയ മാറ്റത്തിന്റെ ഏറ്റവും വലിയ വെല്ലുവിളികളായിട്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും അറിയാതെ എല്ലാം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ മനസ്സിലുള്ള കാര്യമാണ്, നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാതിരിക്കാൻ പറ്റുകയില്ല, ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുകയില്ല. മാത്രമല്ല, നാളെ നമ്മുടെ ഭാര്യയെ മറ്റൊരാളുടെ കൂടെ കണ്ടാൽ പോലും, അല്ലെങ്കിൽ വേറൊരുത്തിന്റെ കൂടെ പോകുന്ന കണ്ടാൽ പോലും അവളോട് നമുക്ക് ചോദിക്കാൻ പറ്റാത്ത ഒരു സ്വാതന്ത്ര്യ ബോധത്തെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഇവിടെ ഇന്ന് സമൂഹത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു പല ആളുകളും. നമ്മൾ കൃത്യമായി ചിന്തിക്കേണ്ട കാര്യം, മതമെന്ന് പറയുന്നത് സുരക്ഷയാണ് നമുക്ക്, മതമെന്ന് പറയുന്നത് സമാധാനമാണ് നമുക്ക്, മതമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊരു കാരുണ്യമാണ്. ഇവരൊക്കെ ഇതൊന്നും വെറുതെ പറയുന്ന കാര്യമല്ല, ഇതൊന്നും ഇസ്ലാം വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമല്ല, അത് നിലനിൽക്കുന്നതാണ് എന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ സമാധാനത്തിന്റെ, ഏറ്റവും വലിയ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും കാരണം, എല്ലാത്തിന്റെയും അടിസ്ഥാനം, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനം മതമാണ് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കുക. ആ
ധാർമ്മികതയാണ്, മതബോധമാണ്. നോക്കൂ നിങ്ങൾ, എല്ലാത്തിനും ദീൻ ഒരു പരിഹാരമാണ്, മതം ഒരു പരിഹാരമാണ് എല്ലാത്തിനും. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അനേകം പ്രശ്നങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നിങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ഒരു പക്ഷേ നമുക്കത് വലിയൊരു പ്രശ്നമായി തോന്നുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താ? എന്റെയും നിങ്ങളുടെയും ഒക്കെ മനസ്സിൽ അല്പസ്വല്പമെങ്കിലും മതബോധമുള്ളത് കൊണ്ടാണ്, ധാർമ്മികത നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, അതൊരു വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും മതമുള്ളവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ദരിദ്രനാണെങ്കിലും എല്ലാ വ്യക്തികളും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് മനസ്സമാധാനമില്ലായ്മ, മാനസിക സംഘർഷം. ആ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന്റെ എല്ലാ മതങ്ങൾക്കും എല്ലാ മതവിശ്വാസികളും തങ്ങളുടെ വിശ്വാസം അടിസ്ഥാനപരമായ ഒരു ശക്തി അവർക്ക് നൽകുന്നുണ്ട്. ഈ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് മോചനം നൽകുക എന്നുള്ളത് എല്ലാ മതവിശ്വാസികൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള ശക്തി അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഖുർആൻ സൂറത്ത് യൂനിസിലെ ഒരു വാചകം മാത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാലാണ്. ആ യൂനിസിലെ വാചകത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്ന വല്ലാത്തൊരു ആശ്വാസത്തിന്റെ വാക്കാണ്. ഈ ദീൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ നിലനിൽക്കണം, സമൂഹത്തിൽ നിലനിൽക്കണം, നമ്മുടെയൊക്കെ യുവതീ യുവാക്കളിൽ നിലനിൽക്കണം, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ മതബോധം എന്തുകൊണ്ട് നിലനിൽക്കണം, എന്തുകൊണ്ട് ധാർമ്മികത നിലനിൽക്കണമെന്ന് കൃത്യമായി അള്ളാഹു നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എത്രയോ കേട്ട വാചകമാണിത് പ്രിയപ്പെട്ടവരെ. ഇതെന്തുകൊണ്ട് നിലനിൽക്കണമെന്ന് അള്ളാഹു തന്നെ പറയാ. നിനക്ക് വല്ല ബുദ്ധിമുട്ടും അള്ളാഹു അനുഭവിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് നൽകുകയാണെങ്കിൽ അത് മാറ്റിത്തരാൻ അവനല്ലാതെ മറ്റാരുമില്ല എന്ന് അള്ളാഹു പറയുന്നു. എന്ത് ബുദ്ധിമുട്ടുമാകാം, അത് രോഗമാകാം, ദാരിദ്ര്യമാകാം, സാമ്പത്തിക നഷ്ടങ്ങളാകാം, മറ്റു പലതുമാകാം. ഏത് പ്രയാസങ്ങൾ നിനക്ക് വന്നു ഭവിച്ചാലും അത് മാറ്റിത്തരാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനി നിനക്ക് വല്ല ഖൈറും അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ ഖൈറിനെ തടുക്കാൻ ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് പടച്ചറപ്പ് പറയുകയാണ്. എന്നുള്ള പറയാ, അത് ഉദ്ദേശിച്ചത് ആർക്കാണോ അവന് ഖൈറിനെ കൊടുക്കാനും അവൻ ഉദ്ദേശിച്ചവർക്ക് ഷർറിനെ കൊടുക്കുവാനും അള്ളാഹ് കഴിവുള്ളവനാണ്. അത് ഏറ്റവും വലിയൊരു അറിവായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ആരാണ്? നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരേണ്ട അള്ളാഹു ആരാണ്? അന്നാഫിയായ അള്ളാഹു. അള്ളാഹു നാഫിയാണ്, അല്ലാഹാണ്. അള്ളാഹു ആണ് നമുക്ക് എല്ലാ പ്രയോജനങ്ങളും വരുത്തുന്നത്, അവനാണ് എന്ന് മനസ്സിലാക്കുക. എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് വരികയാണെങ്കിൽ അതും അള്ളാഹു അറിയുന്നു. അള്ളാഹു കഴിവുള്ളവനാണ്, മുഅത്തിയാണ് അള്ളാഹു, എല്ലാം നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു. മാത്രമല്ല അതേപോലെ തൽമാനിയാണ് അള്ളാഹു, അതെല്ലാം തടയാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു എന്നുള്ള വസ്തുത, എന്ന സത്യം, യാഥാർത്ഥ്യം ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ചാൽ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നറിയുമോ? എന്താണ് അതിന്റെ പ്രത്യേകത എന്നറിയുമോ? അവിടെയും അള്ളാഹു പറയാ, അള്ളാഹു തന്നെ പറയട്ടെ, ലോകത്തുള്ള മുഴുവൻ ആളുകളും എനിക്കൊരു ഉപകാരം ചെയ്യാൻ ശ്രമിച്ചാലും അള്ളാഹ് വിചാരിക്കാതെ അത് സാധ്യമല്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും എനിക്കൊരു ഉപദ്രവം ചെയ്യാൻ തീരുമാനിച്ചാലും അള്ളാഹ് വിചാരിക്കാതെ അത് ഏൽക്കുകയില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കുക. ഈ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഉപദ്രവത്തിന്റെ മുന്നിൽ അവൻ കുഴങ്ങുകയില്ല പ്രിയപ്പെട്ടവരെ, അവൻ പ്രയാസപ്പെടുകയില്ല. ആരെങ്കിലും തന്നെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ ഒരു ബോധമുള്ളവന്റെ മനസ്സ് ഒരിക്കലും പ്രയാസപ്പെടുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു അനുഗ്രഹത്തിന്റെ മുമ്പിൽ അവൻ അതിർവിട്ട അഹങ്കാരിയായി മാറാൻ അവന് സാധിക്കുമോ? അതും ഒരിക്കലും സാധ്യമല്ല. കാരണം ഇതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ളവനാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതിന് പിന്നിൽ ഈ വിശ്വാസപരമായ അറിവുകൾക്ക് വലിയൊരു സാധ്യതയുണ്ട്, സ്ഥാനമുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കി. നോക്കൂ, നിങ്ങൾ എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങൾ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ജീവിതത്തെ ഇടങ്ങറാക്കാൻ, ജീവിതത്തെ പ്രയാസപ്പെടുത്താൻ കുടുംബപരമായ പ്രശ്നങ്ങൾ മാത്രം മതി ഒരു മനുഷ്യന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകാൻ. എന്നാൽ പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ കുടുംബപരമായ രംഗത്ത് സുരക്ഷിതമായി തീർത്താൽ ആ ധാർമ്മികമായ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന എത്രയെത്ര വാചകങ്ങളാണ്, എത്രയെത്ര ആയത്തുകളാണ്, എത്രയെത്ര നിർദ്ദേശങ്ങളാണ് കുടുംബപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അള്ളാഹു ഇട്ടു തന്നിട്ടുള്ളത്. നമ്മളൊരു കുടുംബാംഗമാണ്. അതൊരു മകനാകാം, അതൊരു വാപ്പയാകാം, അതൊരു ഭാര്യയാകാം, അതൊരു ഭർത്താവാകാം, സഹോദരിയാകാം, മറ്റു പലതുമാകാം. നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊരു ബാധ്യതയുണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ബാധ്യതയെ കുറിച്ചുള്ള അറിവാണ് നമ്മുടെ കുടുംബം നിലനിൽക്കുന്നത്. എനിക്ക് എന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്, എന്റെ മക്കളെ കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധമുണ്ട്, എന്റെ ഭാര്യയെ കുറിച്ചുള്ളൊരു ബോധമുണ്ട്, എന്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള ബോധമുണ്ട്. ആ കൃത്യമായ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സമാധാനത്തോടു കൂടി മുന്നോട്ട് പോകുവാനുള്ള കാരണം. നോക്കൂ നിങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ
നമ്മുടെ ഭാര്യ പട്ടിണിയാകും, നമ്മുടെ മക്കൾ അനാഥരാകും എന്നുള്ള കൃത്യമായ വസ്തുതയാണ്. അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. നോക്കൂ നിങ്ങൾ, ഏറ്റവും വലിയ കടമയത നിങ്ങൾ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണേ, വലാ തുശ്രികൂ ബിഹി ശൈഅ, അവൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. എന്നിട്ട് മറ്റൊരു കടമയെ കുറിച്ച് അല്ലാഹു പറയുകയാ, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. അപ്പോൾ അയൽപ്പക്കത്തുള്ള നിലവിളി കേൾക്കുമ്പോ, തൊട്ടപ്പുറത്തൊരു പ്രയാസം കേൾക്കുമ്പോ, തൊട്ടപ്പുറത്തൊരു ബുദ്ധിമുട്ട് കേൾക്കുമ്പോ നമുക്ക് ഓടിപ്പോകാനുള്ള മനസ്സ് തോന്നുന്നതുകൊണ്ടാ. മറ്റുള്ളവന്റെ പ്രയാസം കാണുമ്പോ വീട്ടിൽ വെറുതെ ഇരിക്കാതെ അയാളുടെ പ്രയാസം അകറ്റാൻ ഓടാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നത് കൊണ്ടാ. വീട്ടിലുള്ള ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ട് വരുമ്പോ അതിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സ് തോന്നുന്നത് എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ? എന്റെയും നിങ്ങളുടെയും മനസ്സിലൊക്കെയുള്ള ഓടിച്ചെല്ലാനുള്ള മനസ്സ് വരുന്നത് അതുപോലെ ഇവിടെ എന്തൊക്കെ നശിപ്പിക്കപ്പെടുക പ്രിയപ്പെട്ടവര്? ഒരാളുടെ ജീവിതത്തിൽ നിന്ന് മതബോധം, ധാർമ്മികത എല്ലാം ഇല്ലാതെയായി കഴിഞ്ഞാൽ അയാളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബപരമായിട്ടുള്ള കുടുംബം നഷ്ടപ്പെട്ടു പോകുന്നു, അയൽപ്പക്ക ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു, ആ രൂപത്തിൽ അനാഥകളോടുള്ള കടമകൾ നഷ്ടപ്പെട്ടു പോകുന്നു, മിസ്കീനുകളോടുള്ള കടമകൾ നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊക്കെ എന്ത് കടമ, അവരെന്തായാൽ എനിക്കെന്താ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. എന്റെ സുഖവും എന്റെ സന്തോഷവും എന്റെ സ്വാതന്ത്ര്യം എന്നതിനപ്പുറം ഇവരോടൊന്നും എനിക്കൊരു ബാധ്യതയുമില്ല, ഇവരോടൊന്നും എനിക്കൊരു കടമയുമില്ല. ആരെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ, ഇന്നത്തെ ജീവിതത്തിൽ എനിക്ക് ജീവിക്കണം, എന്റെ സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് ജീവിക്കണം എന്നൊരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം മാറുമ്പോ, ധാർമ്മികത നഷ്ടപ്പെടുമ്പോ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ നിങ്ങളും ഒക്കെ കണ്ടെത്തേണ്ടത് പ്രിയപ്പെട്ടവരെ. നമ്മൾ മനസ്സിലാക്കുക, വയസ്സായ വാപ്പയെയും ഉമ്മയെയും നോക്കിയിട്ട് എന്റെ ഭാര്യയ്ക്ക് എന്ത് കിട്ടാനാ? വയസ്സായ ഭാര്യയും ഉമ്മയും നോക്കിയിട്ട്, വയസ്സായ ഉമ്മയും വാപ്പയും നോക്കിയിട്ട് അതേപോലെ തന്നെ എന്റെ ഭാര്യ ക്ഷീണിക്കുകയല്ലാതെ എന്ത് ലഭിക്കാനാ അതിലൂടെ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാ ഞാൻ നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഉമ്മയെ നോക്കുമ്പോ, ആ ഉമ്മ ക്ഷീണിക്കുന്നു കാണുമ്പോ, ആ പിതാവിന്റെ പ്രയാസം കാണുമ്പോ ആ പിതാവിന്റെ അടുക്കലേക്ക് ഒന്ന് ഓടിയെടുക്കാനും, ആ ഉമ്മയുടെ തലയൊന്ന് തലോടി കൊടുക്കുവാനും, ആ പിതാവിന് മരുന്ന് വാങ്ങി കൊടുക്കുവാനും, ആ പിതാവിന്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുവാനും ഇന്ന് മക്കൾ ഓടുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? എന്തേ ഇന്ന് മക്കൾ പ്രയാസപ്പെടുന്നത്? പിതാവിന്റെ കണ്ണും നിറയുമ്പോ മക്കളുടെ മനസ്സിടർന്നത് എന്തുകൊണ്ടാ? മാതാവിൽ പ്രയാസപ്പെടുമ്പോ ആ മാതാവിന്റെ പ്രയാസം കാണാൻ വയ്യാതെ ഒന്ന് മാറി നിന്ന് സങ്കടപ്പെടുന്ന മക്കളുള്ളത് കൊണ്ടെന്താ? ആ മക്കളുടെ മനസ്സിൽ, ആ മകന്റെ മനസ്സിൽ, ആ മകളുടെ മനസ്സിൽ ധാർമ്മികത, ദീനീബോധം എന്ന വല്ലാത്തൊരു ഗുണം അവന്റെ മനസ്സിലുള്ളത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ അവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത്, അവരുടെ മനസ്സ് വല്ലാതെ പിടക്കുന്നത്, അവരുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നത് ഈ ഒരു ബോധമുള്ളത് കൊണ്ടാ. അതില്ലാത്തവര് എന്റെ ഭാര്യ എന്തിനാ എന്റെ മാതാപിതാക്കളെ നോക്കുന്നത്, എന്റെ ഭാര്യ എന്തിനാ അവരെ നോക്കുന്നത്, അവരെവിടെയെങ്കിലും കൊണ്ടുവന്ന് ആക്കിയാൽ പോലെ, അത്ര വലിയ ഉത്തരവാദിത്വം വേണ്ടമല്ലോ, എന്തിനാ ക്ഷീണിക്കുന്നത് എന്ന് ചോദിക്കുന്ന തലമുറയിലാണ് ഞാൻ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മമാർക്കൊരു കടമയുണ്ട്. കുട്ടികൾക്ക് ചോദിക്കാൻ കഴിയുകയില്ല, എനിക്ക് എന്റെ ഉമ്മയോട് ഉമ്മ എനിക്ക് അമ്മിഞ്ഞപ്പാൽ തരണമെന്ന ചോദ്യത്തിന് ചോദിക്കാൻ ഒരു കുട്ടിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കുട്ടിയുടെ കയ്യിൽ ഒരു കുപ്പിയും കൊടുത്തിട്ട് ഉമ്മ സ്ഥലം വിട്ടാൽ ആരും ചോദിക്കാനുമില്ല. പക്ഷേ എവിടുന്നാ പ്രിയപ്പെട്ടവരെ എന്റെ മകന്, എന്റെ മകൾക്ക് 2 വർഷം ഞാൻ പാലൂട്ടണമെന്ന ആ ഒരു ചിന്ത, ആ ഒരു ബോധം എവിടുന്നാണ് നമ്മുടെ മാതാക്കൾക്ക് കിട്ടിയിട്ടുള്ളത്? ഈ ദീനീ ബോധം കൊണ്ടാണ്, ഈ ധാർമ്മികത കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനം കൊണ്ട് ഈ മാതാക്കളൊക്കെ തന്റെ കുട്ടികൾക്ക് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നത് ഇത് ദീനുള്ളത് കൊണ്ടാ, മതബോധം അവരുടെ മനസ്സിലുള്ളത് കൊണ്ടാ. അതുകൊണ്ട് 2 കൊല്ലം മുലകുടി ഇട്ടാൽ ഒരു കുട്ടിയുടെ അവകാശമാണ് എന്ന് അങ്ങനെ ആ വാപ്പ വിചാരിക്കേണ്ടതെന്താ? വാപ്പാക്ക് ഒരു കടമയുണ്ട്. എന്ത്? എന്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന അവിടെ ഉമ്മക്ക് തിന്നാൻ കൊടുക്കണം, അവിടെ ഉമ്മക്ക് വസ്ത്രം വാങ്ങി കൊടുക്കണം. ഇത് വാപ്പയുടെ ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്ത ബോധം എങ്ങനെയാ ഈ വാപ്പക്ക് വന്നത് പ്രിയപ്പെട്ടവരെ? ആ വാപ്പായുടെ മനസ്സിൽ മതബോധമുള്ളത് കൊണ്ടാണ്, ദീനുള്ളത് കൊണ്ടാണ്. ഒരു പുരുഷന്, ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പുരുഷൻ, അത് വാപ്പയാകാം, ഭർത്താവാകാം, സഹോദരനാകാം, ജ്യേഷ്ഠനാകാം, ആരുമാകട്ടെ, ആ പുരുഷൻ എവിടെയുണ്ടോ അവന്റെ കൂടെ ജീവിക്കുന്ന അവന്റെ ബാധിതപ്പെട്ട സ്ത്രീയുടെ, ആ സ്ത്രീയുടെ ഉത്തരവാദിത്വം ആ പുരുഷനുണ്ട് എന്ന് ആ പുരുഷനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ആരാണ് പ്രിയപ്പെട്ടവരെ? ഈ ഒരു മനുഷ്യന്റെ സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും എല്ലാം ഈ ദീനിലുണ്ട് എന്ന് മനസ്സിലാക്കുക, ഈ മതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുക. മാത്രമല്ല എല്ലാ പ്രതികൂലതകൾക്കും പരിഹാരമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു പരിഹാരമാണ് ക്ഷമ എന്ന് പറയുന്നതും സുബ്ർ എന്ന് പറയുന്നത്. ക്ഷമ എന്നത് ദീനിനും ആ ദീനുള്ളവന് മാത്രം കിട്ടുന്ന ഒരു ഗുണമാണ്, മതബോധമുള്ളവന് മാത്രം കിട്ടുന്ന മഹനീയമായ ഒരു ഗുണത്തിന്റെ പേരാ ക്ഷമ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ക്ഷമ എന്ന് എന്തിനു പ്രേരിപ്പിക്കുന്നു എന്ന ഒരു ഹദീസ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കുക
മനസ്സിലാക്കുക. ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്നു, അൽ മുഅ്മിനു ബിഖൈരിൻ അലാ കുല്ലി ഹാൽ, ഒരു വിശ്വാസി എല്ലാ അവസ്ഥയിലും ഖൈറിലാണ് എന്ന. ചില ആളുകളൊക്കെ നമ്മൾ ചോദിക്കാറില്ല എന്താ ഖൈറല്ലേ എന്ന്, വെറുതെ ചോദിക്കല്ല, അതെ ഖൈറിലാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരേണ്ട വല്ലാത്തൊരു വാക്കാണ് ഖൈറിലല്ലേ എന്ന് ചോദിക്കുമ്പോ മറുപടി വരേണ്ടതാ അൽഹംദുലില്ലാഹി ബിഖൈർ, അതെ ഖൈറിലാണ് എന്ന. കാരണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചൊരു വാചകമാ, ഒരു വിശ്വാസി എപ്പോഴും ഖൈറിലായിരിക്കുമെന്ന, ഒരു വിശ്വാസി എപ്പോഴും നന്മയിലായിരിക്കുമെന്ന. സത്യവിശ്വാസി എല്ലാ സമയത്തും അങ്ങനെയായിരിക്കും. ഇപ്പോൾ അതാണ് പ്രിയപ്പെട്ടവർ, എന്ത് വിഷമം വന്നാലും ക്ഷമയോടെ ക്ഷമയുള്ള ഒരാൾ ആലോചിക്കാനേ പാടില്ല, ചിന്തിക്കാനേ പാടില്ല. എനിക്കൊരു ഇടങ്ങേറ് വന്നല്ലോ, എനിക്കൊരു പ്രയാസം വന്നല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നല്ലോ എന്നൊരു മനസ്സിന് പ്രയാസം ഉണ്ടാകാനേ പാടില്ല. കാരണം എന്താ? വിശ്വാസി എപ്പോഴും അവൻ ഖൈറിലായിരിക്കുമെന്ന. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തൻസഹു നഫ്സുഹു മിൻ ബൈനി ജംബൈഹി, ഒരു മനുഷ്യന്റെ അവന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിക്കുന്ന സമയം, ആത്മാവിനെ പിടിച്ചുകൊണ്ട് സമയത്ത് പോലും അവൻ ഖൈറിലാണ് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അതായത് തന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോ, മരണത്തെ മലക്കുൽ മൗത്ത് വന്ന് കൊണ്ടുപോകുമ്പോ, റൂഹിനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ പോലും അവൻ പറയേണ്ട വാക്കുകൾ എന്താ? അൽഹംദുലില്ലാഹ് എന്നാ പറയേണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. കാരണം വഹുവ യഹ്മദുല്ലാഹ്, അവന്റെ ആത്മാവിനെ പിടിക്കുന്ന വേദന വരുമ്പോൾ ഒരു വിശ്വാസി പറയണം അൽഹംദുലില്ലാഹ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പരിഹാരം ആരാ പറയുക? ലോകത്ത് ഏത് പ്രസ്ഥാനമായി ഇത് പറയുന്നത്? ലോകത്ത് ഏത് ഭൗതിക പ്രത്യയ ശാസ്ത്രത്തിലാണ് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും അവൻ അൽഹംദുലില്ലാഹ് എന്ന് പറയട്ടെ എന്ന് പറയുന്ന ഏതെങ്കിലും പ്രത്യയ ശാസ്ത്രത്തെ എനിക്കോ നിങ്ങൾക്കോ കാണിച്ചു തരാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, അത്രമാത്രം ഗൗരവത്തിലാണ് ഇസ്ലാം ഓരോ കാര്യങ്ങളെയും കാണുന്നത്. ഇസ്തിർജാഅ് നമ്മൾ കേട്ടിട്ടില്ലേ? എന്താ ഇസ്തിർജാഅ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ കേട്ടൊരു വാചകമാണ്. എത്ര വിശാലമാണെന്നറിയോ? അതായത് ഏതെന്ത് പോയാലും, അസുഖം ഉണ്ടായാലും, അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വന്നാലും ഒക്കെ അതെല്ലാം പോകാനുള്ളതാണ് എന്നുള്ള അറിവ്. എന്റെ അസുഖം എനിക്ക് പോകാനുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇസ്തിർജാഅ് എല്ലാം മടങ്ങിപ്പോകും, എല്ലാം അള്ളാഹുവിലേക്കുള്ളതാ. എന്റെ ജീവിതവും എല്ലാം തന്നെ അള്ളാഹുവിലേക്കുള്ളതാണ് എന്ന കൃത്യമായ ബോധ്യം. അതാണ് പ്രിയപ്പെട്ടവർ ഇസ്തിർജാഅ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. എല്ലാവരും മടങ്ങിച്ചെല്ലാനുള്ളതാ. മടങ്ങിച്ചെല്ലുമ്പോഴാ എല്ലാ നഷ്ടങ്ങളും പരിഹരിച്ച് കിട്ടുന്ന പരലോകത്തുള്ള സുഖ സൗകര്യങ്ങൾ അവൻ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ എല്ലാ നഷ്ടങ്ങളും അവൻ പറയും അൽഹംദുലില്ലാഹ്. എന്ത് പ്രയാസങ്ങൾ വന്നാലും അവൻ പറയും അൽഹംദുലില്ലാഹ്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും പറയും അൽഹംദുലില്ലാഹ് എന്നവൻ പറയും. സുഹൃത്തുക്കളെ, ഈ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഈ ഒരു ബോധത്തിലാണ്, മതബോധത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവനേക്കാളും വലുതായി നമുക്ക് മതത്തെ കാണാൻ സാധിക്കണം, ദീനിനെ കാണാൻ സാധിക്കണം, മതബോധമുള്ളവനായി തീരാൻ സാധിക്കണം. നമ്മുടെ സമ്പത്തിനേക്കാളും വലുതല്ലേ പ്രിയപ്പെട്ടവരെ ഇത്? നമ്മുടെ ജീവനേക്കാളും വലുതല്ലേ ഇത്? നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കാളും വലുതായിട്ട് നമുക്ക് ഈ ദീനിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇതെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ, ഈ ദീനീ ബോധമെങ്ങാനും നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഒരു രാത്രി കിടന്നുറങ്ങാൻ പ്രിയപ്പെട്ടവരെ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുകയില്ല. മതബോധവും ധാർമ്മികതയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി ഒരു രാത്രി പോയിട്ട് ഒരു മണിക്കൂർ പോലും എനിക്കോ നിങ്ങൾക്കോ കിടന്നുറങ്ങാൻ സാധ്യമല്ല. സുരക്ഷിതമായിട്ട് ഇവിടെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധ്യമല്ല. സമാധാനത്തോടുകൂടി ഉദു എടുത്തുകൊണ്ട് പള്ളിയിലേക്ക് മാറ്റിയൊരുങ്ങി കുളിച്ചൊരുങ്ങി ഞാനും നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നു, സ്വസ്ഥമായിട്ടിരിക്കുന്നു, നല്ല ശീതീകരിച്ച ഈ ഒരു ഹാളിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു സമാധാനം പോലും ദീനെങ്ങാനും നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ എല്ലാ സമാധാനവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുമെന്ന ദീൻ പഠിപ്പിച്ച കുറെ സ്വഭാവ മൂല്യങ്ങളുണ്ട്. അതെന്നെയും നിങ്ങളെയും ഒക്കെ ഈ രൂപത്തിൽ നിലനിർത്താൻ സാധിക്കുന്നത് ആ ഒരു മൂല്യങ്ങളാണ്. അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ പെരുമാറ്റമോ, ഈ സൗഹൃദമോ, ഈ ബന്ധമോ, ഈ സ്നേഹമോ, ഈ മതേതരത്വമോ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി തീരും, നമ്മുടെ സമൂഹത്തിൽ അന്യമായി പോകും. അതൊക്കെ മതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങൾ, ദീനീ ആശയങ്ങളിൽ നിന്ന് കിട്ടുന്ന മഹനീയമായ ഗുണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് ഒരാൾ ചോദിക്കുകയാണ്, ഔസീനി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ ഒന്ന് നിങ്ങൾ ഉപദേശിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുക, ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫറദ്ദദ മിറാറ, ആവർത്തിച്ച് അദ്ദേഹം ചോദിച്ചു, എന്നെ ഒന്ന് ഉപദേശിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനൊക്കെ മറുപടിയായി കൊണ്ട് പറയാ, ലാ തഗ്ളബ്, നീ കോപിക്കരുത് എന്ന്. കാരണം ലാ തഗ്ളബ് എന്ന് പറഞ്ഞാൽ എന്താ പ്രിയപ്പെട്ടവരെ? ലിഅന്നൽ ഗളബ യഊലു ഇല തഫാഖി വരിഫ്ഖി, ദേഷ്യം വന്നാൽ പിന്നെ ഒന്നുമില്ല എന്ന, വിഷമം വന്നാൽ പിന്നെ, അല്ലെങ്കിൽ ദേഷ്യം വന്നാൽ പിന്നെ ഒരു മനുഷ്യൻ നശിച്ചും അവൻ ഭ്രാന്തനായി മാറി എന്നാണ് അതിനൊക്കെ വിശദീകരണമായിക്കൊണ്ട് ഇവിടെ പറയുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആ ഒരു ദേഷ്യം തടുക്കുമ്പോൾ നല്ലൊരു വ്യക്തിത്വം അയാളുടെ ജീവിതത്തിൽ
ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഏതെങ്കിലും മൂല്യങ്ങളോ സ്വഭാവങ്ങളോ നമ്മളിൽ ഉണ്ടെങ്കിൽ, ആ ഒരു ധാർമ്മികത നമ്മളുണ്ടെങ്കിൽ, ഒരു സംസ്കാരം നമ്മളിലുണ്ടെങ്കിൽ, ആ ഒരു പെരുമാറ്റം നമ്മളിലുണ്ടെങ്കിൽ, ഇത് നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ ദീനാണ്, നമ്മുടെ മതമാണ് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ, നിസ്കാരം കൊണ്ട് കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടറിയാം നിങ്ങൾക്ക്. ആ നമസ്കാരം 5 വക്ത് നമ്മൾ നമസ്കരിക്കുന്നതിലൂടെ, ആ 5 വക്ത് നമസ്കാരം നമ്മൾ പൂർത്തീകരിക്കുന്നതിലൂടെ ഞാൻ നിങ്ങളുമൊക്കെ എന്ത് തിരക്കിലാണെങ്കിലും, എന്ത് വലിയ വലിയ തിരക്കിലാണെങ്കിലും ശരി, എന്ത് ബിസിനസ്സിലാണെങ്കിലും ശരി, ആ 5 വക്ത് സമയത്ത് നമ്മൾ പള്ളിയിൽ കയറി നമസ്കരിക്കുന്നുണ്ട്. 5 വക്ത് നമ്മൾ നമസ്കരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറയുന്നു, യാത്രാവേളയിലും പ്രവാചകൻ പറയുക, അരിഹിനാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ എനിക്കൊരു സമാധാനം കൊണ്ട്, ഈ നമസ്കാരത്തിലൂടെ എനിക്കൊരു സമാധാനം ലഭിക്കണം. മറ്റെല്ലാ ചിന്തകളിൽ നിന്നും, പുറത്തുള്ള എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും ആശ്വാസമായി മാറണം എനിക്ക് ഈ നമസ്കാരം എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുക, ജഅലഹു ഖുറത ഐനി ഫിസ്സലാ, ജഅലഹു ഖുറത ഐനി ഫിസ്സലാ, എനിക്ക് ഏറ്റവും അധികം സന്തോഷം കിട്ടുന്നത് ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് എന്ന, ഏറ്റവും അധികം സമാധാനം കിട്ടുന്നത് ഞാൻ നമസ്കരിക്കാൻ നിൽക്കുമ്പോഴാണെന്ന്. അതിന്റെ കാരണം എന്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഇന്ന സ്വലാത്ത റാഹത്തും ബിൽ ഖൽബ് മിൻ തഗീബി ദുനിയ വമശാകിലിഹ. വല്ലാത്തൊരു വാചകമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ അസ്വസ്ഥമാകുന്നത് ദുനിയാവിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, നമ്മളെ ബിസിനസിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, നമ്മളെ സമ്പത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്, മറ്റു കുടുംബങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. അള്ളാഹു റസൂൽ പഠിപ്പിക്കുന്നത്, അതായത് എപ്പോഴെങ്കിലും ഇങ്ങനെ ഇരിക്കുമ്പോൾ ദുനിയാവിന്റെ പ്രശ്നം ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ മരണത്തെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മുടെ വയസ്സിനെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മുടെ നിരയെ കുറിച്ച് ആലോചിക്കുന്നു, നമ്മുടെ പ്രായത്തെ കുറിച്ച് ആലോചിക്കുന്നു, അസുഖത്തെ കുറിച്ച് ആലോചിക്കുന്നു. ഇങ്ങനെ സാമ്പത്തികമായ അവസ്ഥയെ കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഇതിനൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ആർക്കെങ്കിലും സമാധാനം കിട്ടുമോ? ആർക്കും സമാധാനം ലഭിക്കുന്നില്ല. പക്ഷേ അതെല്ലാം മാറിയിട്ട് നമസ്കാരത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ ഇതെല്ലാം വിട്ടുകൊണ്ട് അയാൾക്ക് സമാധാനം ലഭിക്കുകയാണ്, ആശ്വാസം ലഭിക്കുകയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ആ പറയുന്നതോടുകൂടി മനുഷ്യൻ ഭൂമിയിൽ സ്വതന്ത്രമായി പടച്ചറപ്പിലേക്ക് അടുക്കുന്ന സമാധാനപൂർണ്ണമായിട്ടുള്ള നമസ്കാരമായി മാറുമ്പോൾ ഈ നമസ്കാരത്തിലൂടെ അയാൾക്ക് ലഭിക്കുന്നത് ഒരുപാട് മ്ലേച്ഛവൃത്തിയിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നു, ഒരുപാട് തിന്മയിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നു, ഒരുപാട് വേണ്ടാത്തരങ്ങളിൽ നിന്ന് അയാൾ മാറി നിൽക്കുന്നു. ഇങ്ങനെ മാറി നിൽക്കുന്ന എവിടുന്ന് പഠിപ്പിച്ചതാ? ഇത് ദീൻ പഠിപ്പിച്ചതാ. അങ്ങനെ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല ഗുണമുള്ളവനായി, സ്വഭാവ സംസ്കാരമുള്ളവനായി, എല്ലാ രൂപത്തിലും ആദരിക്കപ്പെടേണ്ടവനായി, ബഹുമാനിക്കപ്പെടേണ്ടവനായി അവൻ മാറിയത് കൊണ്ട്, അവന്റെ മനസ്സിൽ ധാർമ്മികതയുള്ളത് കൊണ്ട്, അവന്റെ മനസ്സിൽ മതബോധമുള്ളത് കൊണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മതബോധത്തെ മുറുകെ പിടിക്കാൻ, ഈ മതബോധത്തെ കാത്തു സൂക്ഷിക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ഫത്തഖുല്ലാഹ ഇബാദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഇവരെ ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അറിവ് വളരെ കുറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ടല്ലേ മതബോധം നമുക്ക് തീരെ, അല്ലെങ്കിൽ ആ രൂപത്തിൽ മതത്തെക്കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ് എന്ന രൂപത്തിലാണ് ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത്. ദീനിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് കുറവാണ്. എത്ര കൂടുതൽ ദീനിനെ കുറിച്ച് നമ്മൾ അറിയുമോ അത്രയും ജീവിതത്തെ സമാധാനം ലഭിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കും. ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, എനിക്ക് ദീനിനെ കുറിച്ചുള്ള അറിവ് കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ദീനിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, പഠിക്കാൻ സാധിക്കണം, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവ് എനിക്ക് നേടണം. അങ്ങനെ കൂടുതൽ ദീനിനെ കുറിച്ചുള്ള അറിവുകൾ നമ്മൾ നേടുമ്പോൾ, ആ നേടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ സമാധാനമുള്ളവനായി, ആശ്വാസമുള്ളവനായി, സ്വസ്ഥതയുള്ളവനായി എനിക്കും നിങ്ങൾക്കും മാറാൻ സാധിക്കുമെന്ന്. വിശാലമായ സംവിധാനങ്ങളിൽ നിന്ന് അറിവ് നേടാനുണ്ട്. ഒരുപാട് മേഖലകൾ നമുക്ക് അറിവ് സമ്പാദിക്കാനുണ്ട്. ആ മേഖലകളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തില്ലാത്ത ജീവിതമായി, നമ്മുടെ സമ്പത്തിൽ ബർക്കത്തില്ലാത്ത അവസ്ഥയാണ്, നമ്മുടെ ആയുസ്സിൽ നിന്ന് ബർക്കത്തില്ലാത്ത അവസ്ഥയാണ്, നമ്മുടെ ആരോഗ്യത്തിൽ ബർക്കത്തില്ലാത്ത അവസ്ഥ, കുടുംബത്തിൽ ബർക്കത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അല്ലാഹുവിന്റെ ബർക്കത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും അള്ളാഹുവിന്റെ ബർക്കത്തിന് വേണ്ടി നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അഅതൈതനാ, പടച്ചറബ്ബേ എനിക്ക് നൽകിയതിലൊക്കെ നീ ബർക്കത്ത് നൽകണേ. നിരന്തരമായ വിശ്വാസി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹു നൽകിയതിലൊക്കെ എനിക്ക് ബർക്കത്ത് നൽകണം. ഇങ്ങനെ എല്ലാ പ്രാർത്ഥനയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കുടുംബത്തെയും സമൂഹത്തെയും ഒക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ധാർമ്മികരമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മളിൽ നിന്ന് അവർ കണ്ടു പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കള്, നമ്മുടെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന, നമ്മുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ മതബോധമുള്ളവരായി മാറും. അവർ പിന്നെ ആ മതം അനുശാസിക്കുന്ന രൂപത്തിലുള്ള ജീവിതമായിരിക്കും മുന്നോട്ട് നയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത് ഉലുഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
നമുക്കറിയാം ബലിപെരുന്നാൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ മഹലിലും ചർച്ച നടക്കുന്നുണ്ട്. ഉളുഹിയത്തിന് നമ്മൾ നിയ്യത്ത് വെക്കുക പ്രിയപ്പെട്ടവർ. അത് സമ്പത്തുള്ളവരല്ലേ, അത് കഴിവുള്ളവരല്ലേ, വലിയ വലിയ ആളുകൾക്കുള്ള ഒരു കാര്യമല്ലേ ഉളുഹിയത്ത്. ഞങ്ങൾക്കൊന്നും സാധിക്കൂലല്ലോ എന്ന് ചിലപ്പോൾ ഒരു പക്ഷേ പിശാചി നമ്മളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. എന്തെല്ലാം ചെലവുകൾ നമ്മൾ നടത്തുന്നുണ്ട്, ഒരു വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളെ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു 9,000 രൂപയാണ് ഓഹരിയുള്ളത്. ആ ഒരു 9,000 രൂപ നമ്മൾ ഉളുഹിയത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഇപ്പോഴേ നമ്മൾ തീരുമാനിക്കപ്പെട്ടവർ. അതൊക്കെ വലിയൊരു പുണ്യമുള്ള കാര്യമാണ്. പ്രവാചകന്റെ ഒരു സുന്നത്ത് ഹയാത്താക്കലാണത്. ആ ഹയാത്താക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ, ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ നമ്മൾ ചെലവഴിക്കുമ്പോൾ, ഇത് അള്ളാന്റെ റസൂലും അള്ളയും സുന്നത്താക്കിയിട്ടുള്ള, നമ്മുടെ മേൽ സുന്നത്താക്കിയ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്. ആ സുന്നത്താക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് പൈസ മാറ്റിവെക്കുകയാണ് എന്ന് നമ്മൾ തീരുമാനിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ മഹല്ല് ഭാരവാഹികൾ നമ്മളെ അറിയിക്കുമ്പോൾ അതിലേക്ക് താല്പര്യത്തോടു കൂടി ആവേശത്തോടു കൂടി മുന്നോട്ട് വരാൻ നമുക്ക് സാധിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും സ്വാലിഹായ അമലായി സ്വീകരിച്ചുകൊണ്ട് തക്കതായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഓരോരുത്തരും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുറാഹിമീനായ നാഥ, ജീവിക്കുന്ന കാലത്തോളം മതബോധത്തോടുകൂടി മതം നിഷ്കർഷിക്കുന്ന രൂപത്തിലുള്ള ജീവിതം നയിക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകുവാനും ആ രൂപത്തിൽ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാനും സാധിക്കുന്ന വിശ്വാസികൾ അല്ലാഹുവേ, ഞങ്ങളെ നീ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അർഹമുറഹീമീനായ നാഥ, ആയുസ്സോടുകൂടി ആരോഗ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രയാസങ്ങളിലും പടച്ചുറപ്പേ നിന്നെ മാത്രം തവക്കലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. പടച്ചുറപ്പേ, ദീനില്ലാത്ത ഒരു ജീവിതവുമായി മുന്നോട്ട് നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് റഹ്മാനെ. അത്തരത്തിലുള്ള വിഭാഗത്തിൽ ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തല്ല നാഥ. ഞങ്ങളെ മക്കൾക്ക് നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുന്ന നാഥ. ഞങ്ങളെ മക്കൾക്ക് നീ ധാർമ്മികം നൽകി അനുഗ്രഹിക്കുന്ന നാഥ. വളർന്നു വരുന്ന സമൂഹത്തിലെ ചെറുപ്പക്കാരികളും പുതിയ ട്രെൻഡ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പടച്ചുറപ്പേ അവരിലൊക്കെ മതബോധം ഉണ്ടാക്കി കൊടുക്കുന്ന റഹ്മാനായ റബ്ബേ, അർഹമുറാഹിമീനായ നാഥ, ഈ രൂപത്തിൽ അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും നിന്നെ മാത്രം തവക്കുലാക്കുവാനും നിന്നിൽ മാത്രം വിശ്വാസം അർപ്പിക്കുവാനും സാധിക്കുന്ന ഒരു സമൂഹമാക്കി ഞങ്ങളെ മാറ്റി അനുഗ്രഹിക്കണമേ നാഥ. അതിലൂടെ ഈ ലോകത്ത് ഇവിടെ പറയുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.